ആമസോൺ പ്രൈമിൽ പുതിയ റിലീസായ രാഖ് എന്ന് പറഞ്ഞ ഒരു സീരീസിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാഖ് ഇപ്പോൾ നമ്പർ 1 പ്രൈമിലെ നമ്പർ 1 സീരീസ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്പർ 1 ഈ ആഴ്ചത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കേട്ടോ. നല്ലൊരു കൊലപാതകം, ഒരു ഇരട്ട കൊലപാതകം നടക്കുന്നു. 1978 നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. അറോറ കൊലക്കേസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗൂഗിളിലൊക്കെ തപ്പിയാൽ അറോറ കൊലക്കേസ് കാണാം. അന്നത്തെ ഭയങ്കര ഒരു വിവാദമായ ഒരു കൊലക്കേസ് അന്വേഷണമാണ് ഈ അറോറ കൊലക്കേസ്. ഒരു പട്ടാളക്കാരനും പുള്ളിയുടെ ഭാര്യ സ്കൂൾ ടീച്ചറുമാണ്. ആ പറഞ്ഞ 2 പിള്ളേർ മിസ്സിങ് ആവുന്നു. അവർ ആകാശവാണിയിൽ ഒരു പാട്ട് പാടായി പെങ്കുച്ച പോയപ്പോൾ കൂടെ അനിയനും പോയി. അന്ന് അവർ മിസ്സിങ് ആവുന്നു. പോലീസ് കേസന്വേഷണം നടത്തും. പിറ്റേ ദിവസം രാവിലെ ഇവരെ ഒരു ഡൽഹിയിലെ ഒരു പ്രാന്തപ്രദേശത്ത് ഇവരെ ഭയങ്കര മൃഗീയമായിട്ട് വെട്ടിക്കൊന്ന ഇവരുടെ മൃതദേഹങ്ങൾ കിട്ടുന്നു. തുടർന്ന് നടക്കുന്ന ഒരു അന്വേഷണമാണ്. അടിപൊളിയായിട്ടുണ്ട്. കിടിലൻ സീരീസ്. ജയപ്രകാശ് എന്ന് പറഞ്ഞൊരു പോലീസുകാരനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പുള്ളി അലി ഫസൽ എന്ന് പറഞ്ഞിട്ട് മിർസാപ്പൂറിലെ നായകനില്ലേ, പുള്ളിയാണ് ഇതിനകത്ത് മെയിൻ നായകനായിട്ട്. ജയപ്രകാശ് പുള്ളി നല്ല കിടിലനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ നിശ്ചിതാർത്ഥ്യം കൊണ്ടാണ് ഈ കേസ് തെളിയുന്നത്. പുള്ളി ഡൽഹി പോലീസിലെ ജാതി വിവേചനവും പടലപ്പിണക്കങ്ങളും എല്ലാം അതിജീവിച്ച് പുള്ളി ഈ കേസ് അവസാനം തെളിയിക്കുകയാണ്. കിടിലൻ സീരീസ് കേട്ടോ. എന്ന് വെച്ചാൽ 2 വില്ലന്മാരുണ്ട്. വേറെ ലെവലാണ്. അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവരെങ്ങനെ വില്ലന്മാരായി എന്ന് വരെ ഇതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടമുള്ളവർക്ക്, അതായത് ക്രൈം, ഇച്ചിരി അവസാനത്തെ എപ്പിസോഡ് കാണുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഇച്ചിരി വയലൻസ് ആണ്. ഇച്ചിരി മനക്കെട്ടിയുള്ളവർക്ക് മാത്രമേ അവസാനത്തെ എപ്പിസോഡ് കാണാവുള്ളൂ. അത്രയ്ക്കൊരു ബ്രൂട്ടൽ കൊലപാതകമാണ് അവസാനത്തെ ഒരു 8ാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഏതായാലും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി വെബ് സീരീസാണ്. ധൈര്യമായിട്ട് കണ്ടു. രാഖ്. ഓക്കെ.